അതല്ല എടാ എനിക്കെടുത്ത ബാക്കലത്തണ്ട് ഇപ്പൊ എവിടെ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ചായ അടിച്ചു പോയിക്കോളി. ചായ ഒന്നും വേണ്ട കുട്ടികളെ, ഞാനിപ്പോ ചായ കുടിന്ന് കുടിച്ചുകാണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇതല്ലാതെ അയാളെ ചായ കുളിച്ചോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഹോട്ടലിൽ കയറി ചായ കുടിച്ചത് കണ്ടിട്ടേ ഇല്ല. നിങ്ങള് പറഞ്ഞത് ശരി തന്നെ, ഞാനും കണ്ടില്ല അയാള് ചാടിക്കണത്. അയാളെ പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ മഹാമോശമാണ്. അപ്പൊ കണ്ടില്ല ആ പീഡിയക്കൊലയുമെന്നൊക്കെ വായ്ക്കൊല കണ്ട് പെറുക്കി കൂട്ടിക്കാണ്ട് ഏറ്റി പോണത് ആർക്കും വേണ്ടാത്തൊരു സാധനമാണത്. അത് അയാൾക്ക് ആവശ്യം ഉണ്ടാവും. നിങ്ങളിപ്പോ അയാളെ കുറ്റം പറയാൻ നിൽക്കൊന്നും വേണ്ട. അയാൾ പറഞ്ഞാൽ ഞാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഈ വായ്ക്കൊലത്തണ്ടൊക്കെ കൊണ്ടുപോകല്. പക്ഷെ നമുക്കത് കൊണ്ടുപോകല് നമുക്കൊരു ആവശ്യമാണ്, ഇവിടുന്ന് ഒഴിവായി കിട്ടില്ലേ. എന്തിനാ മനസ്സായി ഈ വായ്ക്കൊലന്റെ തണ്ട് നിങ്ങൾ ആ പീഡിയക്കൊലന്റെ മുറ്റത്തുനിന്ന് എടുത്തുക്കാണ്ട് നിങ്ങൾ വന്നിട്ടുണ്ട് ഈ തോട് നടക്കാന്? ഇത് നബീസുവാ, ആ തെങ്ങിനിട്ടാലേ നാല് നാന എനിക്ക് കൊണ്ടുകൊടുത്ത് ഒരു നാനാണ്ട് ഒഴിവായി കിട്ടും. ആ ഈർപ്പം ഇങ്ങനെ നിൽക്കും, ഇതിന്റെ നാരിന്റെ ഈർപ്പം നിൽക്കും തെങ്ങിന്റെ തൊട്ട്. ഇനി അതും അല്ലെങ്കിലേ നല്ല വെയിലുണ്ടാവുമ്പോ ഇതേ നടു വലിച്ചിക്കാണ്ടേ വെയിലത്തിട്ടാലേ വർഷക്കാലത്ത് എനിക്ക് കത്തിട്ടെടുക്ക നല്ല ഈടും കിട്ടും. എന്തിനാ നല്ലൊരു സാധനം പീഡിയക്കോലയും ഇട്ടുകാണ്ട് ഒഴിവാക്കണു? എല്ലാരും ഒഴിവാക്കിയ സാധനം നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് അതായിട്ട് എന്തേലും ഒരു പണി ഉണ്ടാവും. മനസ്സന്മാര് കാണൂല നിങ്ങൾ അത് എടുത്തു വരുമ്പോ. നാട്ടുകാരിപ്പോ എന്ത് പറയാനാ നബീസോ? ഈ ബായക്ക കഴിഞ്ഞാ പീഡിയക്കാരെ അത് കൊണ്ട് കെട്ടയച്ചുകാണ്ട് അപ്പുറത്തേക്ക് ഒരു ഏറാണ്ട് കയറി ആ കുറച്ച് റോട്ടുമുണ്ടാവും, കുറച്ച് അരിച്ചാലുണ്ടാവും. നടന്നു പോകേണ്ടവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഈ സ്കൂട്ടറായിട്ടൊക്കെ പോകേണ്ടവർക്ക് അത് തട്ടിത്തടഞ്ഞു പോകും, അതും ഒരു ഇടങ്ങാറാണ്. ഇത് ജനങ്ങൾക്ക് ഒരു ഉപകാരമായില്ല. ഈ റോട്ടുമെന്ന് ഇതൊക്കെ ഞാൻ നുള്ളിപ്പൊറുക്കി കൊടുത്താൽ ആർക്കും ഒരു ശല്യമില്ലാത്ത രീതിയിലാവൂലേ. നമ്മളെ റോഡൊക്കെ ഒന്ന് നന്നായി, നമ്മൾ നടന്നു പോകേണ്ട ബജ്ജൊക്കെ ഒന്ന് നന്നായി കിട്ടുകയാണ്. ഞമ്മക്കും അതൊരു നല്ല കാര്യമാണ്. അതിനു വേണ്ടി ചെജ്ജണ്ടാണ് നബീസോ. ഇത് ആൾക്കാർ പറയേണ്ടവരവിടെ പറഞ്ഞോട്ടെ, ആൾക്കാരെ വായി മൂടി കെട്ടാനൊന്നും ഇപ്പം ഞമ്മക്ക് കജൂലല്ലോ. വാലേക്കും അസ്സലാം. ഇവിടെ കടന്നിരിക്കി. അല്ല, ഞാൻ മുമ്പ് കണ്ടൊരു പരിചയവും ഇല്ല. നിങ്ങൾ എവിടുന്നാണിപ്പോ? ഞാൻ നമ്മളെ ബല്ലപ്പോയ ഭാഗത്തുള്ള ഞാൻ ഇച്ചൊരു പെരപ്പണി ഉണ്ട്, ചെറിയ പേരൻ്റെ. അപ്പം അതിനിങ്ങനെ ഓരോ മഹല്ലത്തിൽ ഇങ്ങനെ പോയിട്ട് അവിടെ പള്ളികളിലും മറ്റൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിക്കാണ്ട് ചെറിയൊരു പിരിവ് ഒക്കെ ഇങ്ങനെ എടുത്ത് പിരിവാണ്. അപ്പം ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു സെക്രട്ടറി കുഞ്ഞാക്കയാണ്, അയാളെ പേരെങ്ങനെ അങ്ങോട്ട് പോയി ഈ റോട്ടിന് പോന്നാൽ മതി തന്നെ. അപ്പം അങ്ങനെ വന്നിക്കാണ്ട് ഇങ്ങനെ കറക്കി. അപ്പോൾ സാമ്പത്തിക സഹായത്തിനാണല്ലേ? ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നടക്കേണ്ടത്. അപ്പം സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തു തരുമോ? അപ്പോൾ നിങ്ങളെ പള്ളി കമ്മിറ്റി ഒന്നും കാര്യമായിട്ട് ചെയ്തു തന്നില്ലേ? ഞാൻ ആ മഹല്ലത്തിലൊന്നും ഇല്ല. ഞാനവിടെ കോട്ടേഴ്സിലേ ഒരു നാടൻ കോട്ടേഴ്സ് ഉണ്ട്, അവിടെ രാജേര. അതിൽ 4-5 കൊല്ലമായിട്ട് താമസം അവിടെയാണ്. അപ്പോൾ ഞാനിവിടെ നമ്മളെ നീലഗിരി ഭാഗത്തുണ്ട്, പാക്കണാറി അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതാണ്. അവിടെ ഈ തോട്ടത്തിലെ പണി മറ്റൊക്കെ ആയിട്ട് അതിപ്പോൾ ഇല്ലയാണ്, തടികൊണ്ട് ബെജ്ജിയാണ്. കുട്ടികളൊക്കെ ഞാൻ കെട്ടിച്ചയച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇരിക്കക്കൂരൊക്കെ ഒരു 3-4 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കൂര വെച്ചട്ടാച്ചിട്ടാണ് ഇപ്പോൾ ഈ നടക്കേണ്ടത്. അപ്പോൾ അതിനൊരു കത്തും പെണ്ണിൻ്റെ എത്തുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഞാൻ എന്തെങ്കിലും തന്നങ്ങോക്കെ അതുകൊണ്ടൊന്നും എത്തൂല. വെള്ളിയാഴ്ച നമ്മളെ പള്ളിക്കല ഖത്തീബിനോട് ഞാൻ പറയാം, എന്നാൽ അവിടെ ഒരു പിരിവുണ്ടാക്കിയിട്ട് ഇവിടെ കുറച്ചൊക്കെ അത്യാവശ്യം ചുറ്റുപാടുള്ള ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളെ കാര്യം കൊണ്ട് വിജയിക്കേണ്ടതാണ്. നിങ്ങൾ എന്നാലും ഉസ്താദിനോടൊന്ന് സൂചിപ്പിച്ചാണ്ടി വരുന്ന വെള്ളിയാഴ്ച ഞാൻ ജുമാക്ക് ഇങ്ങോട്ട് വരാം. വലിയ അമ്മാന്തരായി നിങ്ങൾ പറഞ്ഞു തന്നത്. എന്നാൽ നിങ്ങൾ നേരത്തെ തന്നെ എത്തിക്കൊണ്ടി. പിന്നെ ഏതായാലും നമ്മളെ വകയായിട്ടേ ഇതവിടെ ഇരുന്നോട്ടെ. അസ്സലാമലൈക്കും ബിരാക്ക. വാലേക്കും സലാം. എത്ര സൂസൊക്കെ തുടച്ച് വൃത്തിയാക്കി ടൂർ പോകാൻ നിൽക്കുക? ടൂറൊന്നും പോണില്ല സംസോ. എന്റെ സുക്കൂറിന്റെ സൂസാണ് ഇപ്പൊ ആ മണ്ണിലൊക്കെ എടുത്തിട്ടത്. ഞാൻ അതൊന്ന് തുടച്ചുകാണ്ട് വെക്കേ. നമ്മളെ കുട്ടിക്കാലത്തൊന്നും ഒരു ചെരുപ്പ് ശരിക്കിട്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ല ഇതിന്റെ ഒക്കെ ഒരു കനം. ഇതൊക്കെയാണ് ഇപ്പൊ കുട്ടികൾ ഇട്ട് നടക്കേണ്ടത്. നമ്മളെ കല്യാണം കഴിഞ്ഞേ തക്കാരാണ് നാളെ. നിങ്ങളെല്ലാരും വേണ്ടി ക്ഷണിക്കാൻ വന്നാണ് ഞാൻ. ആ തക്കാരൊക്കെ ആയ സംസോ. ഞാനും കുട്ടികളും കൂടി ആണ് ബെരണ്ട്. കല്യാണമൊക്കെ കുറച്ച് ബമ്പ് കൂടി വെച്ചൊരു തോന്നല്. വലിയ ആഡംബര പരിപാടി ആയ അംസോ. കുറെ കായ് ചെലവാക്കിയില്ലപ്പ ആ പേരും പറഞ്ഞിക്കാണ്ട്. അത്ര വലിയ ആഡംബരം ഒന്നും ആയിട്ടില്ലല്ലോ, ചെറിയ തോതിലല്ലേ നമ്മൾ കഴിച്ചത്. ഇച്ച അങ്ങനെ തോന്നി ഒരു ആഡംബര കല്യാണം പോലെ. ആ വള്ളം കൊടുത്തല്ലപ്പോ, വള്ളം നമ്മൾ ചോറ്റിക്ക് ആ ചെറിയ ചെറിയ കുപ്പിയിലൊക്കെ
അതൊക്കെ സംശയം ഒരു കുറച്ച് വെള്ളം തിളപ്പിച്ചിക്കാണ്ടേ ഗ്ലാസ്സിൽ പാർന്നു കൊടുക്കുകയാണെങ്കിൽ നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചും ചെയ്യുന്നു. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ കുറേ അവിടെ ആയില്ലപ്പോൾ പെരയിൽ. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് ഒഴിവാക്കിക്കാണ്ട് അങ്ങനെ ചെയ്യുന്നൊരു തോന്നലിച്ച് വന്നു അപ്പട്ടോ. ബീരാക്ക ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഈ നമ്മളായിട്ടൊരു മാറ്റം വരുത്തണ്ടല്ലോ. ഞാൻ അങ്ങനത്തെ കാര്യത്തിനൊക്കെ എതിരാണ്. എൻ്റെ കുടിയിലാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഞാൻ നടത്തിച്ചൂല. ഏതായാലും വലിയ ഒരു ചിലവൊക്കെയാണ് നമ്മൾ കുറേ കായ് ഓരോ പേരും പറഞ്ഞിക്കാണ്ട്. നമ്മളെ കുട്ടീനെ കെട്ടിച്ചിൻ്റെ പരിപാടിയൊക്കെ തന്നെയാണ്, അതൊക്കെ ശരിയാണ്. എന്നാലും നമ്മളെക്കാട്ടിലും ഇടങ്ങേറായി ജീവിച്ചിന കുറേ ആൾക്കാരുണ്ടാവും. ഓരൊന്നും നമ്മൾ കാണൂല. നമുക്ക് പമ്പം പരിപാടി നടത്തണം എന്നുള്ള ആ ഒരു ചിന്തക്കാരം. ഞാൻ എൻ്റെ ഒരു കാര്യം എൻ്റെ കുട്ടീനോട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എന്നാൽ ഞാൻ പോവാണ്. ഭർത്താനം പറഞ്ഞ് നിൽക്കാനുള്ള നേരമില്ല. നിങ്ങൾ നാളെ എല്ലാവരും പണി കൂട്ടിയാണ്ട് വരുവേണ്ടിട്ടോ. എന്നാൽ എൻ്റെ കുട്ടി പോയിക്കോ. ഞാൻ ഉച്ച ഒരുപാട് പണിയുണ്ട് ഇവിടെ. ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെയാണ് പേരൻ്റ്. ഏയ് അല്ല ഒട്ടോരെ പിരിഞ്ഞു കിട്ടിയാ? അതിനകത്തൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ഇങ്ങനെ പിരിച്ചാലൊന്നേ നിങ്ങളെ പെരപ്പണിക്ക് എവിടെയും എത്തൂല. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മാർഗം പറഞ്ഞുതരാം. എന്താ മാർഗം ചെന്ന് പറഞ്ഞു തരും. ഞാൻ ഒരു അഡ്രസ്സ് തരാം, നിങ്ങൾ അയാളെ പോയി കാണി. ഞാൻ പറഞ്ഞതാണെന്നെ പറഞ്ഞാളി, എന്നാ അയാൾ നിങ്ങളെ സഹായിക്കും. പുസ്തകം അഡ്രസ്സ് തരി എന്ന് വെച്ചത് നാളെ തന്നെ പോകാലോ. മണ്ണെണ്ണൊക്കെ റേഷൻ പീടിയിൽ ഉണ്ടാന്നാവും. എവിടുക്ക സുക്കൂറജ്ജേ? ഞാനിപ്പോ റേഷൻ പീടിക്കാണ്. ഈ കാറേറ്റാച്ച് ഇപ്പൊ റേഷൻ പീടിക്ക് കൊണ്ടേ 5 തേച്ചില്ല. ആ സൈക്കിളിൽ പോയിക്കോ. ആ ചാവിയാണ് കൊണ്ടേക്കാടോ ഔത്ത്. പഴയ സാധനങ്ങൾ, ഇരുമ്പ്, പ്ലാസ്റ്റിക്, ബുക്കുകൾ എന്തായാലും എടുക്കാനുണ്ടോ? ആ ഒരു ചെക്കന സൈക്കിൾ വരുന്നുണ്ട്, ഓനോട് ചോദിച്ചു നോക്കാം. കുട്ടിയെ ഇവിടെ പെരാളുണ്ടോ? ഈ റോഡേ നേരെ പേരേക്കാ പോണേ. എന്താ സംഭവം? ഞാൻ പഴയ സാധനങ്ങളൊക്കെ എടുക്കണം. എന്റെ പേരിൽ എന്തെങ്കിലും കൊടുക്കാണ്ടോ? എന്റെ ബാപ്പുണ്ട് വീരാക്ക്, അവിടെ ഉണ്ടാവും, പോയി ചോദിച്ചാൽ മതി. മിഞ്ഞാന്നേ ഒരു വലിയ ലോറിക്ക് തമിഴ്നാട്ടിലേക്ക് സാധനം കൊണ്ടുപോയിനു. വേഗം ചെന്നോളി. തന്നെ എന്നാ ഞാൻ പോയി നോക്കട്ടെ. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒത്തുവിടെ സുവർഗത്തിൽ ഒഴുക്കുന്ന വിലസിടുന്നേ. എനിക്ക് തരാനുള്ള കുട്ടിയെ ഞാൻ തരാം. ഇതൊക്കെ ഇവിടെ ഇട്ടെ. ഇവിടെ സാധനങ്ങൾ ഉണ്ട് എനിക്ക് തരാനുള്ളത്. ആരപ്പ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഇതാ ഈ 3 സൈക്കിളേ ഇത് എനിക്ക് തരാം. ഇതിനിപ്പോ ഇത് എത്ര വില കണ്ടിട്ടുണ്ടത്? ഇതിന് 3 കൂടി ഞാനൊരു 150 ഉറുപ്പ്യ തരാം. ഈ 3 എന്റെ കുട്ടി 150 ഉറുപ്പ്യ കണ്ടിട്ടുണ്ടത്. 500 ഉറുപ്പ്യ ഓരോരുത്തരും തരികയാണെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോ. 1500 ഉറുപ്പ്യ. ഇതിപ്പോ ഒരു ഒഴിവില്ലായിട്ടാണ്. അല്ലെ ഇപ്പൊ നന്നാക്കി എന്റെ പേരക്കുട്ടിയാക്ക് ചോട്ട ഒരു കേടുമില്ല. ഞാൻ പറഞ്ഞേ 10 ഉറുപ്പ്യയും കയറ്റി തരാം. 150 പറഞ്ഞ 160 ഉറുപ്പ്യ തരാം. ഈ നിങ്ങൾക്ക് സ്ഥലം ഒഴിവായി കിട്ടും ചെയ്യും. നിങ്ങളൊന്ന് പോയിക്കാൻ ഞാൻ ഒരു 200 ആക്കി ഞാൻ അതിട്ട് പോവാണ്. ഇതിപ്പോ 200 രൂപ ഇത് കൊണ്ടോണ്ട. അത് ഇവിടെ ഇട്ടാളെ. അല്ലല്ല ഇവിടെ ഇട്ടാളെ. ഈ മോല് ഇവിടെ കിടന്നോട്ടെ. ഒരു നാസാവൂല. അതൊക്കെ ഞാൻ നന്നാക്കി എടുത്തോ. ഇജിപ്പോ പോയിക്കോ. വല്ലാത്തൊരു അരക്കൻ തന്നെ അത്. പോടുന്നു 200 ഉറുപ്പ്യാക്കേ നല്ലൊരു സൈക്കിളാളാണ് ഇപ്പൊ ഈ കിടക്കേണ്ടത് മുഴുവൻ. ഇതൊക്കെ ഒരു ഒഴിവ് കിട്ടായിട്ടാണ്. എന്നാൽ ഞാൻ തന്നെ അതൊന്ന് കുത്തിക്കഴിച്ച് ശരിയാക്കും. കുട്ടികൾക്ക് ചോട്ടും ചെച്ചാൽ കുട്ടികൾ എന്തേലും ഒന്നാണ് കിടന്ന അവിടെ കൊണ്ടിടും. എന്നിട്ട് അത് ആ കീഴ്ത്താടെ കിടക്കും. ഓനപ്പം ഏത് ബിലീസാണ് അവ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. പലയിടത്തും ഞാൻ പോയിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു അരക്കൻ തന്തനെ ഞാൻ കണ്ടിട്ടില്ല. മനെ ഈ അഡ്രസ്സിലുള്ള ആളെ പേര ഇവിടുന്ന് ഇപ്പോൾ ഒറ്റ പേരെ കാണുന്നുള്ളൂ. ഇതാ നോക്കാൻ. ബീരാന് ഇതന്നെയാണ് പെര. എന്താ കാര്യം? ഞാൻ ഇപ്പോൾ അവിടുന്നാ വരുന്നേ. ഞാനേ കുറച്ച് ദൂരത്തുനിന്ന് വരികയാണ്. ഒരാൾ മൂപ്പരെ അഡ്രസ്സേ പേരും പറഞ്ഞു തന്നതാണ്. അയാളെത്തി പോയിക്കോളി, നിങ്ങൾക്ക് പേർപ്പണിക്ക് സഹായം കിട്ടും എന്ന് പറഞ്ഞപ്പോഴേ അതാണ് ഇപ്പോൾ ചോദിച്ചത്. തന്നെ പൊന്നാര കാക്ക എന്നാ നിങ്ങൾ ആണ്ട് പോണ്ട. അയാൾ 60 പിസ്കനാണ്. പൊന്നാര കുട്ടിച്ച് കാര്യം പറയാ. ഞാൻ അപ്പോൾ അവിടെ നിന്നും പറഞ്ഞു കേട്ടിപ്പോൾ ആ ചക്കാനോട് ചോദിച്ചപ്പോൾ വണ്ടി ചോദിച്ചപ്പോൾ ഞാനും കേട്ടു പറയാം ഈ ഭാഗത്തൊരു വലിയ പിസ്കണ്ടത്. ഇപ്പൊ അവിടെ നേരിട്ട് കണ്ടു. നിങ്ങളാണ് പോയാൽ നിങ്ങൾക്ക് ഒരു ഉറുപ്പ്യ കിട്ടൂല. വെറുതെ അവിടെ മെനക്കെട്ട് പോണ്ട. നിങ്ങൾ വേറെ ഏതെങ്കിലും പെരേക്ക് പോയിക്കോളി. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാൻ പള്ളിക്ക് അങ്ങനെ നോക്കി, അവിടെ കണ്ടില്ല. നിങ്ങൾ എവിടേക്ക് പോയിന്നു? ഞാൻ ആ പെരയിലേ ഒരു യാസീനെ വർക്കുണ്ടായിരുന്നു, അതിന് പോയതായിരുന്നു. ഞാനേ നിങ്ങൾ തന്ന അഡ്രസ്സിലേ അവിടെ പോയി. അപ്പോൾ അവിടേക്ക് പെരയുടെ അവിടേക്ക് എത്തി. അവിടെ ഇങ്ങനെ 1-2-3 ആട് ബജ്ജി വെച്ചതാണ്. അപ്പോൾ ഓരൊക്കെ പറഞ്ഞു മൂപ്പര് പിസ്കനാണ്, ഒന്നും കൊടുക്കാത്തവനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കയറിയില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു. ആ പേരുണ്ട് ബാക്കിയായി. നിങ്ങൾ അയാളെ നേരിട്ട് കണ്ടില്ല? ഗേറ്റിൻ്റെ എത്തം പോയി ഞാൻ.
അപ്പോൾ അവിടെ തന്നെ പാർട്ടി സാധനമൊക്കെ പെറുക്കി പോയിരുന്നു ചങ്ങായി. അപ്പോൾ അയാളോട് ചോദിച്ചു, അദ്ദേഹമല്ലേ പേര് ചോദിച്ചേക്കാം, പൊന്നാനെ കാക്ക നിങ്ങൾ ഇതിനാണ്ട് പോകുന്നു ചോദിച്ചു. അയാൾ ഒരു സാധനം 5 കായ് ഒരു മനുഷ്യന് കൊടുക്കാത്ത മനുഷ്യനാണ്. ഒരു മുതൽ അയാൾ കൊടുക്കില്ല. നിങ്ങൾ പണിയൊക്കെ പോയിക്കോളി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകും. നിങ്ങൾ ആൾക്കാരെ വർത്താനം കേട്ടുകാണ്ട് തിരിച്ചു പോരല്ല ശരി. നിങ്ങൾ നേരിട്ട് പോയി ആളെ കാണണം. അതല്ലേ ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നോട് പറയും. ഉസ്താദ് എൻ്റെ അടുത്ത് തെറ്റ് പറ്റി. എന്നാൽ ഞാൻ നേരിട്ട് ഞാൻ പോയി കണ്ടോളാം. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോണ്ട്. നിങ്ങൾ പെട്ടെന്ന് പോയി കാണി. സുബേറോലൊരു വെറുതെ ഒരാളെ അഡ്രസ്സ് നിങ്ങൾക്ക് തരൂല. ഞാൻ വരേണ്ടതേ വല്ലപ്പോയെന്നാണ്. പിന്നെ എനിക്ക് 3 കുട്ടികളാണ്. ഇതുവരെ ഇപ്പോൾ കോട്ടേഴ്സിൽ ഞങ്ങൾ പാർട്ടിയുന്നത്. അപ്പോൾ ഒരു 3-4 സെൻറ്റ് തേലപ്പം അവിടെ ഒരാൾ തരാമെന്ന് പറഞ്ഞു. അതിന് കുറച്ച് കായ് നമ്മൾ കൊടുക്കണം. നമ്മൾ അണങ്ങാറുന്ന ആഴ്ച കണ്ട പോലെ തന്നതാണ്. അപ്പോൾ അതിൽ കൂര വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി ഈ കായ്ക്ക് കൊടുത്തിരുന്നു. മറ്റേ ഈ ഗവൺമെന്റിന്റെ ഇതിൽ പഞ്ചായത്തിന്റെ അത് പഴുത്തൊന്നും കിട്ടൂല എന്നുള്ള ഒരു അത്താന പോലും പറഞ്ഞത്. ഇങ്ങനെ ഒരു 1-2 ആളിനോട് പറഞ്ഞു, നിങ്ങളൊരു വല്ല മഹലിൽ പള്ളികളിലൊക്കെ പോയിക്കാണ്ടൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി. സുബൈദോലിയിൽ അറിയും മൂപ്പരിക്കണ മഹലിൽ പോയി ഞാൻ കാര്യങ്ങൾ പറഞ്ഞ മൂപ്പര് വെള്ളിയാഴ്ച പേരി നിങ്ങൾക്കൊരു പിരിവൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കുറച്ച് കായ് അവിടുന്ന് കിട്ടി. ഇപ്പം മൂപ്പർ എന്നോട് പറഞ്ഞു, ഇനി അടുത്ത് ബീരാന്ന് പറഞ്ഞിട്ട് ആളുണ്ട്, മൂപ്പർ പോകണം. മൂപ്പര മഹലിൽ ഞാൻ നിന്നക്കൊണ്ട് കുറേ കാലം. ഈ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പോയാൽ ഇങ്ങനെ ചോദിച്ചാന്ന് പോകുന്നതാണ്. സുബൈറോലർ എനിക്കറിയാലോ. എൻ്റെ ഈ മഹലിൽ 10 കൊല്ലം ആൾ പറഞ്ഞു. എല്ലാ ചെലവും ഇവിടുന്ന് നമ്മളെ ഈ വരിന്ന് മൂപ്പര ഇച്ചറിയേണ്ട മാതിരി ഒരു മനുഷ്യനും അറിയണ്ടാവില്ല. അത്ര ബന്ധേന്ന് ഞങ്ങൾ തമ്മിൽ. മൂപ്പരാണ് നിങ്ങളങ്ങോട്ട് വിട്ടേക്കണ്ടില്ലേ? സുബൈറോലിനെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. മൂപ്പര് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടെ ഒരുക്കം വന്നിക്കാണ്ട് ഞാൻ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ പേരും ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോന്ന് ഇവിടെ നമ്മൾ പേരൻ്റെ എത്താനായപ്പോണ്ട് ഒരു ചങ്ങായി ആണ്ട് പോകണം. ചാക്കും എന്തൊക്കെ പഴയ സാധനം. അപ്പോൾ ഓനോട് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു, നിങ്ങൾ വേണം ചെല്ലി, നിങ്ങൾക്ക് വരെ അടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന്. കാരണം അങ്ങനെയൊക്കെയുള്ള വർത്താനം കേട്ടപ്പോൾ ചടപ്പ് വന്നു. വലിയ പിസ്കനാണ്, ആൾക്കാർക്കൊന്നും കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് വെറുതെ അയാളത്ത് പോയി മാനം കെടാൻ നിൽക്കേണ്ട കണക്കാണ്. ഞാൻ എന്തേനെ ആ ബസ് ആണ്ടേനെ പോയി. പിന്നെ ഞാൻ സുബൈറോലി എത്തിച്ചെന്നു. ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മൂപ്പര് പറഞ്ഞു, നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാണല്ലോ, നിങ്ങളങ്ങനെ നേരെ കണ്ടില്ലല്ലേ, ഒന്നും കൂടി പോയി മൂപ്പര് എത്തുന്ന് പറഞ്ഞു. അങ്ങനെ ആ പോയപ്പോയി വരേണ്ടത് ഞാൻ. എല്ലാവരും നാട്ടുകാർ മുഴുവനേ പിന്നെ അങ്ങനെ തന്നെയാണ് പറയല്. ഓല ബായൊന്നും ഇപ്പം നമുക്ക് മൂടി കെട്ടാൻ പറ്റല്ലോ. ഞാൻ ഈ ഒരു കള്ളിത്തുണിയും ഈ ബനിയാനുമാണ് എപ്പോഴും ഇടലുള്ളൂ. ഒന്ന് പള്ളിക്കൊക്കെ നിൽക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒന്ന് പോകുമ്പോൾ നിറമുള്ളൊന്നും ഇടലുള്ളൂ. ആൾക്കാർക്കൊക്കെ പറച്ചിൽ തന്നെ പിസ്കം ബീരാനെന്നാണ്. അല്ല ഒരാടെ പറഞ്ഞോട്ടെ, അതിനു കുഴപ്പമില്ല. പിസ്കത്തര ഞാനേ അള്ളാനെ മറന്നുകാണ്ട് ചെച്ചലില്ല. കാരണം എൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു പിസ്കത്തരല്ല. കാരണം കജ്ജ് വിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തില്ല. നല്ല കാര്യത്തിന് മാത്രമുള്ള കാര്യങ്ങൾ ചിലവാക്കൽ മാത്രം എൻ്റെ അടുത്തുള്ളൂ. അതുകൊണ്ടാണ് നാട്ടുകാർ ഇപ്പോൾ ഈ വർത്താനം പറയുന്നത്. സുബൈറോലിയിൽ പറഞ്ഞപ്പോൾ തന്നെ വെച്ച് മനസ്സിലാക്കുന്നു. മൂപ്പര് അങ്ങനെ ഇങ്ങനെ ഒരു ആളെടുത്തൊക്കെ പറഞ്ഞേക്കില്ല. മൂപ്പർക്ക് ആ ആളെ പറ്റി നല്ല കാഴ്ച ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനാണ് പോയത്തക്കാരൻ, ഞാൻ ആ മടങ്ങി പോകാൻ പാടില്ലെന്ന്. അങ്ങനെ വിചാരിച്ച് മടങ്ങിപ്പോയതൊന്നും സാരമില്ല. പിന്നെ ഇപ്പൊ പെരപ്പണിക്ക് ഇപ്പോൾ ഒട്ട് വരുമോ? കായിന്റെ കണക്ക് വല്ലതും ഒരു പുടുത്തുണ്ടോ? കുറച്ച് കായൊക്കെ വെച്ചിങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 1.25 ഉറുപ്പിൻ്റെ കയ്യിലുണ്ട്. ബാക്കി ഇപ്പം എത്ര പേരും നിച്ചോട്ട് അറിയില്ല. ഇപ്പോൾ എൻ്റെ അയൽവാസി ആ കുട്ടി പറഞ്ഞതിനോട് എത്രതിൻ്റെ ഒരു കണക്ക് ആണ്, 550 എൻ്റെ അളവ് ആണ്, സ്ക്വയർ ഫീറ്റ്. അതാണ്. അപ്പോൾ അതിലൊരു പേരുണ്ടായിക്കാണ്ട് ഇങ്ങനെ ആ വെള്ളം പുറത്തേക്ക് അടിക്കണം. ഈ ഇതിൻ്റെ ഒരു ഓടിൻ്റെ ഉള്ളിൽ ഇരുന്നിക്കാണ്ട് ഇങ്ങനെ കൊള്ളണ്ടല്ലോ കണക്കായി കാണാൻ ഇപ്പോൾ അതിമക്ക് തീരുന്നേക്കുണ്ട്. എന്നാ പിന്നെ നിങ്ങളിവിടെ ഇരിക്കിട്ടോ, ചായ വെള്ളം എന്തേലും ഞാൻ എടുക്കാൻ പറയാം. അല്ല എന്തേലും എടുക്കാൻ പറയാം. ഇത് 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. പെരപ്പണിക്ക് ഇപ്പോൾ ഇത് തേയിലപ്പം ഏതായാലും നിങ്ങളടുത്തുള്ള കായ് ഇതും കൂടി കൂട്ടിക്കാണ്ടേ പെരപ്പണിയായിട്ട് തുടങ്ങിക്കോളി. ഞാനും സുബൈറോലും കൂടി ഒരു ദിവസം പെരപ്പണി കാണാണ്ട് പേരുണ്ട്. ബാക്കിയൊക്കെ പഠിച്ചോൻ്റെ അടുത്തല്ലേ, മൂപ്പരൊക്കെ റാത്തോട് കൂടി കഴിച്ചു തരും. ഇത് വല്ലാത്തൊരു കുറ്റത്തിലായിപ്പോയി ഈ പൈസ കിട്ടിയത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ പണി ധൈര്യത്തിൽ തുടങ്ങാം. വർഷങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ. ഒക്കെ ശരിയായിക്കോളും. നിങ്ങളിപ്പോൾ ഈ കായ് തന്നപ്പോഴേ
എനിക്ക് ഈ സുബൈറുലേർ പറഞ്ഞ ഒരു ചരിത്രം ഓർമ്മ വന്നു. അള്ളാൻ്റെ റസൂലേ ഒരാളെ കുറച്ച് സ്ഥേയമായൊരു പെരപ്പണിക്ക് എന്തൊക്കെയോ ഒരു സഹായത്തിനും വേണ്ടി വേറെ ആളടുത്തേക്ക് പറഞ്ഞയച്ചപ്പോഴേ അവിടെ ഈ ബൾക്കിൽ ഒലിവ് ഓയിലിൽ ബൾക്കിൻ്റെ തിരി കത്തിച്ചത്. അപ്പോൾ തിരി കത്തി കെടേണ്ടതിന് മുന്നേ മൂപ്പരെ പെണ്ണുങ്ങൾ അത് കെടുത്തിക്കണം. അതിന് ഇയാൾ സഹായിച്ചു. അത് കണ്ടുകൊണ്ടാണ് ഈ നബി പറഞ്ഞയച്ച ആള് ആണ് കയറി വന്നത്. അപ്പോൾ അയാൾ അവിടുന്ന് ആ സഹായം ചോദിച്ചാൽ തിരിച്ച് റസൂലിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. പിന്നെ റസൂല് പോലെ ഇങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചോലോ, നിങ്ങൾ അവരോട് ചോദിച്ചിട്ടില്ലല്ലോ ചോദിച്ചിക്കാണ്ട്. എന്നിട്ട് ഓരോട് ചോദിച്ചിട്ട് ആ പൈസ മേടിച്ചിക്കാണ്ടാണ് പോയത്. ആ ഒരു കഥ ഇപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ ഒരാളെയും അരക്കനാണെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് വരെ ഇരുത്തണ്ട. പറഞ്ഞോരവിടെ പറഞ്ഞോട്ടെ. ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാലുള്ളൂ നമുക്ക് ഓരോ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പൊന്നാര മക്കളെ, ഇതിന്നിപ്പോൾ എനിക്കും ഇങ്ങൾക്കും എത്താൻ മനസ്സിലായത് അറിയോ, നമ്മൾ എന്ത് കാര്യത്തിലും ആർഭാടത്തിലൊന്നും കഴിച്ചരുത്. എന്നാൽ പറ്റ പിസ്കരായിട്ട് അതും കഴിച്ചരുത്. ഒരു മിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തണം. അതിനൊക്കെ പഠിച്ചോ നമുക്ക് തൗഫീക്ക് തരട്ടെ.